എന്റെ സാറേ, കത്തെഴുതിയ ഞാൻ തന്നെയാ. അവളിവിടെ നിൽക്കുന്നത് എന്റെ ഭാവിക്ക് ആപത്താ. എനിക്കെതിരെ നിൽക്കുന്നത് പെറ്റ തള്ളയെന്നോ കൂടെ പിറപ്പെന്നോ ഇല്ല. ഇനിയിപ്പൊ താലി കെട്ടിയവനാണെങ്കിലും കൊന്നൊഴിവാക്കും ഞാൻ. അമ്മ, ചിന്നു, മോളെ, നീ ഇതെന്ത് ഭാവിച്ച? എങ്ങോട്ടാ നീ പോകുന്നേ? ചന്ദ്രമ്മ, ഞാൻ പോകുന്നതല്ല, ഇറക്കി വിട്ടതാ. എന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇറക്കി വിട്ടത് ചന്ദ്രാമ്മയും കണ്ടതല്ലേ. പോയില്ലെങ്കിൽ അടിച്ചോടിക്കും. മോളെ, ചന്ദ്രമ്മ പറയുന്നതൊന്ന് കേക്ക്. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതായിരിക്കും. ഇല്ല ചന്ദ്രാമ്മ, ഇനി ഇവിടെ നിൽക്കുന്നില്ല. എങ്ങോട്ടാ? ചിന്നു, മഹിയുടെ ഫാം ഹൗസിൽ നിങ്ങൾക്കുള്ള താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാം. അതുവരെ ഈ ഔട്ട് ഹൗസിൽ തന്നെ നിൽക്കേ. വേണ്ട സർ, മഹി സാറിന്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ദയവ് ചെയ്ത് ഞങ്ങളെ തടയരുത്. സീതെ, ചിന്നുവിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി എങ്ങോട്ടാന്ന് വെച്ചാ ഇറങ്ങി പോകുന്നേ? ചിന്നു, വലിയ വാശിയൊന്നും പിടിക്കണ്ട. പറഞ്ഞതനുസരിച്ചാ മതി. ക്ഷമിക്കണം സർ, ഈ കാര്യത്തിൽ എനിക്ക് സാറിനെ അനുസരിക്കാൻ പറ്റില്ല. എന്നോട് പൊറുക്കണം. അടുക്കളക്കാരി കുടുംബം തകർക്കാൻ ഇനിയും ശ്രമിച്ചേക്കും. ജ്യൂസിലോ പാലിലോ വിഷം കലർത്തി ഇവിടെ ഉള്ളവരെ കൊല്ലാൻ പോലും മടിച്ചെന്ന് വരില്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ പലരും നിന്നെ ഒരു വേലക്കാരിയായിട്ടല്ല കണ്ടിട്ടുള്ളത്. അത് നീ മറന്നു പോകരുത്. എന്നിട്ടാണോ സർ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ കെട്ടിവെച്ചത്? ഞാൻ ഇവിടെ നിന്ന ഈ വീട്ടിലുള്ളവരുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞത്? മതിയായി സർ, മടുത്തു. ചിന്നു, നീ എന്താ ഇങ്ങനെ? ചന്ദ്രമ്മ, സാറിനോട് എന്നെ തടയരുതെന്ന് പറയണം. തടഞ്ഞാലും അമ്മയും കൂട്ടി ഞാൻ പോവും. ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഈ സാറിനെ ധിക്കരിച്ചു പോയെന്നുള്ള സങ്കടം കൂടി എനിക്കുണ്ടാക്കി വെക്കരുത്. പക്ഷെ സർ, ഒന്നറിയണം, രമാദേവി മാഡത്തിന് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തതും ഇപ്പൊ ഇവിടെ നടന്ന ലെറ്റർ നാടകത്തിന് പിന്നിലും ഈ ചിഹ്നമല്ല സർ.